അപ്പോൾ നമുക്കിനി സൂര്യാനി ക്ലാസ് രണ്ടാം ഭാഗത്തേക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് കുരിശ് വരച്ച് തുടങ്ങാം. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗം ഉടമസ്ഥാർത്ഥം ഉണ്ടാക്കുക എന്നാണ്. അതിൽ നാം സർവനാമങ്ങൾ എന്ന് പറയുന്ന ഭാഗം പണ്ട് പഠിച്ചിരുന്നു. നാം എന്തൊക്കെയായിരുന്നു സർവനാമങ്ങൾ ഓർമ്മയുണ്ട? 7ാം ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ള എൻ്റെ, നിൻ്റെ, അവൻ്റെ. അതിൽ നമ്മൾ ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ അതിലെ ഏകവചനം ബഹുവചനം എന്നതിൽ ഏകവചനത്തിൽ എൻ്റെ, അതുപോലെ എനിക്ക്, എന്നിൽ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന എന്നാണ് പറയുന്നത്. അതുപോലെ എൻ്റെ എന്നതിനെ നമ്മൾ സൂര്യാനിൽ പറയുന്നത് അതിനെ ദീൽ എന്ന് പറയും. എനിക്ക് എന്നതിനെ ലീ എന്നും പറയും. എന്നിൽ എന്നതിനെ ബി എന്നും പറയും. ഇത് ഏകവചനങ്ങൾ. ഇനി ബഹുവചനത്തിൽ നോക്കുകയാണെങ്കിൽ നാം ഞങ്ങൾ എന്നതിനെ സുറിയാനിൽ പറയുന്നത് ഹിനൻ എന്നാണ്. ഞങ്ങളുടെ എന്നത് ദീലൻ എന്നാണ് ഉച്ചരിക്കുക. ഞങ്ങൾക്ക് എന്നത് ലീ എന്നും ഉച്ചരിക്കും. അപ്പം ഞങ്ങളിൽ എന്നത് ബി എന്നും, ബി അല്ല ബെൻ എന്നും ഉച്ചരിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഭാഗം, അതായത് ഏകവചനത്തിൽ തന്നെ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട്. അതിൽ സ്ത്രീലിംഗത്തിലെ അവൾ, അവളുടെ, അവൾക്ക്, അവളിൽ. അതിൽ അവൾ എന്നതിന് നാം പറയുക ഹീ എന്നാണ് സൂര്യാനിൽ ഉച്ചരിക്കുക. അതുപോലെ അവളുടെ എന്നതിന് സൂര്യാനിൽ പറയുന്നത് ദി ലാഹ് എന്നാണ്. അതുപോലെ അവൾക്ക് എന്നതിനെ ലാഹ് എന്നും പറയും. ഒപ്പം അവളിൽ എന്നതിനെ ബാഹ് എന്നും ഉച്ചരിക്കണം. ഇനി പുല്ലിംഗത്തിൽ അവൻ എന്നതിനെ ഹു എന്നാണ് ഉച്ചരിക്കുക. അവൻ്റെ എന്നത് ദി ലേഹ് എന്നും, അവന് എന്നതിനെ ലേഹ് എന്നും, അവനിൽ എന്നത് ബേഹ് എന്നും നാം ഉച്ചരിക്കണം. ഇനി അടുത്ത ബഹുവചനങ്ങളുടെ ഭാഗത്ത് അവർ, അവ എന്നതിനെ നാം ഹിനേൻ എന്നാണ് ഉച്ചരിക്കുക. അത് സ്ത്രീലിംഗത്തിൽ. അത് പുല്ലിംഗത്തിലാവുമ്പോൾ അതിനെ ഹിനോൻ എന്ന് നാം ഉച്ചരിക്കണം. ഓൻ എന്ന് ഉച്ചരിക്കുന്നു. അതുപോലെ അവർ, അവർക്ക് അല്ലെങ്കിൽ അവരുടെ, അവരുടെ എന്നതിനെ നാം പറയുക ദിൽ ഹെയിൻ. അത് സ്ത്രീലിംഗത്തിൽ. ഇനി അവരുടെ എന്നതിന് പുല്ലിംഗത്തിൽ പറയുമ്പോൾ അത് ദിൽ ഹോൻ. അതുപോലെ അവർക്ക് എന്നതിനെ നാം പറയുക സ്ത്രീലിംഗത്തിൽ എൽ ഹെയിൻ. അതുപോലെ അവർക്ക് എന്നതിന് തന്നെ സ്ത്രീലിംഗത്തിൽ പുല്ലിംഗത്തിൽ പറയുമ്പോൾ അത് എൽ ഹോൻ എന്നും ഉച്ചരിക്കും. ഇനി അവരിൽ എന്നതിനെ സ്ത്രീലിംഗത്തിൽ ബ് ഹെയിൻ എന്ന് പറയും സ്ത്രീലിംഗം. അത് പുല്ലിംഗത്തിൽ പറയുമ്പോൾ അത് ബ് ഹോൻ എന്നും പറയും. ഇനി ഏകവചനത്തിലെ നീ, നിൻ്റെ, നിനക്ക്, നിന്നിൽ. അതിൽ നീ എന്ന് പറയുന്നതിനെ സ്ത്രീലിംഗത്തിൽ പറയുക അത്ത് എന്നാണ്. അതിന് കൂടെ യോതുണ്ടാവില്ല. ഇനി അതിൻ്റെ പുല്ലിംഗത്തിൽ പറയുമ്പോൾ അത് അത്ത് കൂടെ യോതുണ്ടാവും. അത്ത് ഉച്ചരിക്കുന്നത് രണ്ടും ഒരേപോലെയാണ്. ഇനി സ്ത്രീലിംഗത്തിൽ നാം ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൽ നിൻ്റെ എന്നതിന് നാം പറയുക ദി ലേഹ് എന്നാണ് സ്ത്രീലിംഗം. അത് പുല്ലിംഗത്തിലാവുമ്പോൾ അതിനെ ദി ലാഹ് എന്നും ഉച്ചരിക്കണം. ഇനി നിനക്ക് എന്നതിന് അത് സ്ത്രീലിംഗത്തിൽ ലേഹ് എന്നാണ്. അത് പുല്ലിംഗമാകുമ്പോൾ ലാഹ് എന്നും ഉച്ചരിക്കും. നിന്നിൽ എന്നതിനെ നാം ബാഹ്, ബേഹ് എന്ന് ഉച്ചരിക്കണം. അത് പുല്ലിംഗത്തിൽ ബേഹ്, ബാഹ് എന്നും ഉച്ചരിക്കും. ഇനി അടുത്താണ് ബഹുവചനത്തിലെ നിങ്ങൾ, നിങ്ങളുടെ, നിങ്ങൾക്ക്, നിങ്ങളിൽ. ഇതിലെ ബഹുവചനത്തിലെ സ്ത്രീലിംഗം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നതിനെ ദീൽ കെയിൻ എന്ന് പറയും. അതിൻ്റെ ബഹുവചനത്തിൽ തന്നെ പുല്ലിംഗം പറയുമ്പോൾ ദീൽ ഹോൻ എന്നും ഉച്ചരിക്കണം. ഇനി നിങ്ങളുടെ എന്നതിനെ പറയുമ്പോൾ അതിനെ നിങ്ങൾ ബഹുവചനത്തിൽ നിങ്ങൾ, നിങ്ങളുടെ, നിങ്ങൾക്ക്, നിങ്ങളിൽ. ഇതിൻ്റെ സ്ത്രീലിംഗവും പുല്ലിംഗം നോക്കാം. ആദ്യം സ്ത്രീലിംഗം. നിങ്ങൾ എന്നതിനെ അത്തേൻ എന്നാണ് പറയുക. അതിന് പുല്ലിംഗത്തിൽ അത്തോൻ എന്നും ഉച്ചരിക്കും. നിങ്ങളുടെ എന്നതിനെ ദീൽ കെയിൻ എന്ന് ഉച്ചരിക്കും. അത് പുല്ലിംഗത്തിലാവുമ്പോൾ ദീൽ ഹോൻ എന്ന് ഉച്ചരിക്കും. അതുപോലെ നിങ്ങളുടെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്നതിനെ എൽ കെയിൻ എന്നാണ് സ്ത്രീലിംഗത്തിൽ ഉച്ചരിക്കുക. അത് പുല്ലിംഗത്തിലാവുമ്പോൾ എൽ ഹോൻ എന്നും പറയും. ഇനി നിങ്ങളിൽ എന്നതിനെ ഇതിൽ ബ് ഹെയിൻ എന്ന് പറയും. അത് പുല്ലിംഗത്തിലാവുമ്പോൾ ബ് ഹോൻ എന്നും നാം ഉച്ചരിക്കണം. ഇത്രയുമാണ് നാം പഠിച്ചിട്ടുള്ള മെയിൻ ഭാഗത്തുള്ള സർവ്വനാമങ്ങൾ 7ാം ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ളത്. ഈ പറയുന്ന എല്ലാതും നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇതിന് കൂടെ എല്ലാം നാം ചേർത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നാം ഇന്ന് എടുക്കുന്ന ഭാഗം
രാജാവ്, രക്ഷകൻ, പിതാവ്. നിങ്ങൾ ടെസ്റ്റിൽ കാണുമ്പോൾ രാജാവ് എന്ന് കാണുമ്പോൾ രാജാവിൻ്റെ മൊത്തം സ്ത്രീലിംഗവും അതിൻ്റെ പുല്ലിംഗം ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ എൻ്റെ രാജാവ്, അതുപോലെ അതിൻ്റെ സ്ത്രീലിംഗവും അതിൻ്റെ പുല്ലിംഗവും കാണിക്കുന്നുണ്ടാവും. പക്ഷെ നാം മാഷിവിടെ പറയാൻ പോകുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. രാജാവ്, രക്ഷകൻ, പിതാവ്, ഈ മൂന്നും എൻ്റെ എന്ന് പറയുന്ന എക്സാമ്പിളിൽ കൂടെ ചേർത്താണ് പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ ഒന്നായിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ രാജാവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ പിതാവ്. അപ്പോൾ എൻ്റെ രാജാവ് എന്നത് നമുക്കറിയാം, അത് ഉച്ചരിക്കുന്ന രീതി എന്നത് മൽക്ക് എന്നാണ്. അതുപോലെ എൻ്റെ രക്ഷകൻ എന്നതും പറോക്ക് എന്നാണ്. എൻ്റെ പിതാവ് എന്നതിന് ആവ് എന്നാണ് ഉച്ചരിക്കുക. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എൻ്റെ കഴിഞ്ഞ് നമുക്ക് നിൻ്റെ രാജാവ്, നിൻ്റെ രക്ഷകൻ, നിൻ്റെ പിതാവ്. നിൻ്റെ രാജാവ് എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീലിംഗമുണ്ട്, പുല്ലിംഗമുണ്ട്. ആ സ്ത്രീലിംഗം എന്ന് പറയുന്നത് നിൻ്റെ രാജാവ് എന്നതിൻ്റെ നമ്മൾ മനസ്സിലാക്കണം, ദീൽ ലേഹ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ദീൽ എന്ന് പറയുന്ന ഭാഗം എടുത്തു കളയുക. ഒപ്പം മൽക്ക എന്ന് നാം പഠിച്ചു, രാജാവ് എന്ന്. അപ്പോൾ രാജാവിൻ്റെ മൽക്ക എന്ന് പറയുന്ന ഭാഗം പ്രത്യേകിച്ച് അത് കാപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പിയും ആലപ്പും എടുത്തു കളയും. പിന്നെ ദീലേഹ് എന്ന് പറയുന്ന ഭാഗത്ത് സ്ത്രീലിംഗത്തിലുള്ള അവശേഷിച്ചിരിക്കുന്ന ഭാഗം ദീൽ എന്ന് എടുത്ത് കളഞ്ഞ ശേഷമുള്ള ഭാഗം ഇതിന് കൂടെ ചേർക്കും. അപ്പോൾ മൽ കേഹ് എന്ന് നാം ഉച്ചരിക്കും. ഇതേ രീതി തന്നെയാണ് നാം രക്ഷകൻ, നിൻ്റെ രക്ഷകൻ എന്ന് പറയുന്ന സ്ത്രീലിംഗത്തിലും പറയുന്നത്. പറോ കേഹ്. അത് നേരെ നോക്കുമ്പോൾ നിൻ്റെ പിതാവ് എന്ന സ്ത്രീലിംഗത്തിൽ അത് ആവൂഹ് എന്നും ഉച്ചരിക്കും. ഇത് സ്ത്രീലിംഗം. ഇനി അത് പുല്ലിംഗത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ രാജാവ്, നിൻ്റെ രക്ഷകൻ, നിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അത് രാജാവ് നമുക്കറിയാം മൽക്ക എന്നും ആ കാപ്പിൻ്റെ മുകളിലെ സ്കാപ്പിയും ആലപ്പും മാറ്റി നിർത്താം. പിന്നെ നിൻ്റെ എന്ന് പറയുന്നതിൽ എന്താ പറയുക, ദീ ലാഹ് എന്നാണ് പുല്ലിംഗത്തിൽ ഉച്ചരിക്കുക. അപ്പോൾ ദീൽ എന്ന് പറയുന്ന ഭാഗം എടുത്തു കളയുക. ബാക്കി സ്കാപ്പിയും പിന്നെ കാപ്പുമാണ് ഇതിൽ കാണുന്നത്. അത് നാം ഇതിന് കൂട്ടിച്ചേർത്ത് എഴുതുക. അപ്പം മൽ കാഹ് എന്ന് പറയും. അതുപോലെ വറോ കാഹ്, അത് വെച്ചാൽ നിൻ്റെ രക്ഷകൻ എന്നതിൻ്റെ പുല്ലിംഗം. പിന്നെ നിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അത് ആവൂഹ് എന്നും ഉച്ചരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് മെയിനായിട്ട് നമ്മൾ നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ പിതാവ്. അല്ല, നിങ്ങളുടെ രാജാവ് എന്നത് നമുക്കറിയാം എന്താണ് ഉച്ചരിക്കുക. നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു ദീൽ കെയ്ൻ എന്ന്. അതിൽ രാജാവ് മൽക്ക എന്നാണ്. അപ്പോൾ കാപ്പിൻ്റെ മുകളിലെ സ്കാപ്പിയും ആലപ്പും എടുത്ത് കളയാം. ഇനി നമുക്ക് അർത്ഥങ്ങളുടെ ബാക്കി ഭാഗം നോക്കാം. നാം കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടു 10ഓളം വാക്കുകൾ പഠിച്ചു അർത്ഥങ്ങൾ. ഇനി 5 അർത്ഥങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. അതിൽ ഒട്ടകം എന്നത് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഒട്ടകത്തെ നാം പറയുന്നത് സുറിയാനിൽ ഗമുല എന്നാണ്. ഗാമലിടുക, പിന്നെ മീമിടുക. അപ്പോൾ ഗുമ്മായി. ഇപ്പോൾ ഇനി ഗാമലിൻ്റെ മുകളിലും താഴെമായി കുത്തിടുക. അപ്പോൾ ഗ എന്നായി. ഒന്നുകൂടി കുത്തിടാം. ഗമ്മായി. പിന്നെ ലാമതിടുക. അതിനുശേഷം ലാമത് കഴിഞ്ഞ് വരുന്ന ആലപ്പ് ഇങ്ങനെയായിരിക്കും. ലാമതിൻ്റെ മുകളിൽ 2 കുത്തുകൂടി ഇടണം. സ്കാപ്പിയാണ് അത്. ഇപ്പോൾ ഗമുല എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്ന് കിട്ടി. അടുത്ത് സാധു അല്ലെങ്കിൽ പാവപ്പെട്ടവൻ. അതിനെ സുറിയാനിൽ പറയുന്നത് ഉച്ചരിക്കുന്നത് ദാവ്യ എന്നാണ്. അപ്പോൾ ദാലതിടുക. ദാലത് ഒന്നുകൂടി ഇടാം. ദാലതിടുക. പിന്നെ സ്കാപ്പ ഇടുക. അതിനുശേഷം വാവിടുക. പിന്നെ യോതിടുക. പിന്നെ യോതിൻ്റെ മുകളിൽ സ്കാപ്പ. പിന്നെ ആലപ്പ്. ഇപ്പോൾ ദാവ്യ എന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ടവൻ അല്ലെങ്കിൽ സാധു. ഗമുല എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത് മാതാവ്, അതുപോലെ കപ്പൽ എന്നത് നമുക്ക് നോക്കാം. അതിനെങ്ങനെ സുറിയാനിൽ പറയുന്നു, അതെങ്ങനെ എഴുതുന്നു എന്ന്. മാതാവ് അല്ലെങ്കിൽ അമ്മ എന്നതിനെ നാം സുറിയാനിലും പണ്ട് പഠിച്ചതുപോലെ ഇമ്മ എന്ന് തന്നെയാണ് ഉച്ചരിക്കുക. അപ്പോൾ ഈ ഇടുക. പിന്നെ മീമിടുക. ഇമ്മുന്നായി. പിന്നെ ആലപ്പിടുക. മീമിൻ്റെ മുകളിൽ സ്കാപ്പ് ഇടണം. ഇത് ഇമ്മ എന്ന് പറഞ്ഞാൽ അമ്മ അഥവാ മാതാവ്.
അതുപോലെ കപ്പൽ ഉണ്ട് അടുത്ത് അർത്ഥം. കപ്പലിനെ ഇൽപ്പ എന്ന് വേണം പറയുവാൻ. അപ്പോൾ ഇൽപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പിടുക. പിന്നെ ശ്ലാമശിഖിയാണ്, ഈ ആണ്. പിന്നെ ലാമതിടുക. അതിനുശേഷം പേ ഇടുക. ഇൽപ്പനായി പറഞ്ഞു. ഇൽപ്പ പേര മുകളിൽ സ്കാപ്പിടുക. അതിനുശേഷം ആലപ്പ്. ഇപ്പോൾ ഇൽപ്പ എന്ന് കിട്ടി. ഇതിനെ കപ്പൽ എന്ന് നാം മനസ്സിലാക്കണം. ഇമ്മ എന്നത് മാതാവ് അല്ലെങ്കിൽ അമ്മ എന്നും നാം മനസ്സിലാക്കണം. ഓക്കെ. അടുത്ത അർത്ഥമാണ് വീട്. വീട് എന്നതിന് രണ്ട് തരത്തിൽ നാം സൂര്യനിൽ പറയുന്നുണ്ട്. ഒന്ന് ബൈത്ത ഒന്നും രണ്ടാമത് ബെയ്ത്ത് എന്നും. അപ്പൊ ബൈത്ത എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. വേദിടുക, മുകളിലും താഴ്മ കുത്ത് സ്വരമാണ് ബ എന്നായി. പിന്നെ യോത് ബൈ എന്നായി. അതിനുശേഷം താവിടുക. താവ് സൂക്ഷിക്കണം. താവിട്ടുക. താവിൻ്റെ മുകളിൽ സ്കാപ്പിടുക. അടിയിൽ റൂക്കാഹിടുക. പിന്നെ ലാലപ്പ്. ഇത് ബൈത്ത വീട് തന്നെ. ഇനി വേറെ തരത്തിൽ എഴുതാം. ബെയ്ത്ത് എന്നാണ് അതിന് പറയുക. വേദിടുന്നു, സ്ലാമ കശിയിടുന്നു, ബേ എന്നായി. പിന്നെ യോതിടുന്നു, പിന്നെ താവിടുന്നു, താവിൻ്റെ അടിയിൽ റോക്കാഹിടുന്നു. ബെയ്ത്ത് അതും വീട് തന്നെയാണ്. അപ്പോൾ ബൈത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട് തന്നെയാണ്. അതുപോലെ ബെയ്ത്ത് എന്ന് പറഞ്ഞാലും വീട് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ. അടുത്ത് നമുക്ക് ഏകവചനത്തിൽ ഉടമസ്ഥ അർത്ഥം കിട്ടാൻ വേണ്ടി രാജാവ്, രക്ഷകൻ, പിതാവ് എന്നീ മൂന്നും കൂട്ടിച്ചേർത്ത് നമുക്ക് എൻ്റെ എന്നത് എൻ്റെ രാജാവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ പിതാവ് എന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ എൻ്റെ രാജാവ് എന്നത് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം രാജാവ് എന്നത് നമുക്കറിയാം, അത് മൽക്ക എന്നാണെന്ന്. മൽക്ക എന്ന് ഭംഗിയായി എടുത്ത് എഴുതുക. മൽക്ക എന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇത് രാജാവാണെന്ന്. ഇതിലെ കാപ്പിൻ്റെ അടുത്തുള്ള ആലപ്പും പിന്നെ സ്കാപ്പയും ഇവ രണ്ടും എടുത്ത് മാറ്റുക. അത് എടുത്ത് കളഞ്ഞതിന് ശേഷം നാം എന്ത് ചെയ്യും? കാപ്പിൻ്റെ കൂടെ യോത് ചേർക്കുക. അത് മാത്രം ചേർത്താൽ മതി. ദീൽ എന്ന് പഠിച്ചിട്ടുണ്ട് എൻ്റെ. അതിൽ ദീലില് ദ്വാലത് വാസ ലാമത് എടുത്ത് കളഞ്ഞ് ബാക്കിയുടെ യോത് ഇരിക്കുന്നുണ്ട്. ആ യോത് എടുത്ത് നാം രാജാവിൻ്റെ കൂടെ മൽക്കിൻ്റെ കൂടെ ഇടുക. ഇത് ഉച്ചരിക്കുന്നതും മൽക്ക് തന്നെയാണ്. അപ്പം ഇതാണ് എൻ്റെ രാജാവ്. ഇതേപോലെയാണ് എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാലും. രക്ഷകൻ എന്നതിന് പറോക്ക എന്നാണ്. പേടു സ്കാപ്പിട്ടു, പിന്നെ റേശിട്ടു, വാഹ പറോ ഖ്. ഇതിൻ്റെ കോപ്പിൻ്റെ മുകളിലെ സ്കാപ്പയും ആലപ്പും കളഞ്ഞു. പകരം ഒരു യോത് എടുത്ത് ഇട്ടാൽ മതി. പറോഖ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് എൻ്റെ രക്ഷകൻ എന്ന് നാം മനസ്സിലാക്കണം. ഇവ രണ്ടിൻ്റെയും സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്ന് തന്നെയാണ്. അടുത്താണ് എൻ്റെ പിതാവ് എന്നത്. എൻ്റെ പിതാവ് എന്നതിന് ശരിക്കും പറഞ്ഞാൽ ഉച്ചരിക്കുന്നത് ആവ് എന്നാണ്. നാം പഠിച്ചിട്ടുണ്ടായിരുന്നു ആവ. ആവ എന്നതിന് വേദിൻ്റെ മുകളിലെ സ്കാപ്പിയും അലപ്പെടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. നാം പഠിച്ച രീതി നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് വരിക ആവ്. പക്ഷേ ഇവിടെ ആലപ്പിൻ്റെ മുകളിൽ ആ സ്വരം പിതാഹയല്ല സ്കാപ്പയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ആവ് എന്ന് ഉച്ചരിക്കുന്നത്, എൻ്റെ പിതാവ് എന്നത്. ഓക്കെ. അപ്പോൾ വേദിന് മുകളിലെ സ്കാപ്പയും ആലപ്പും എടുത്ത് കളയണം. അവിടെ ദീൽ എന്ന് പറഞ്ഞ യോത് എടുത്ത് എഴുതണം. ഓക്കെ. അടുത്തത് നിൻ്റെ രാജാവ്. നിൻ്റെ രാജാവിലെ അതായത് നിൻ്റെ രാജാവ്, നിൻ്റെ രക്ഷകൻ, നിൻ്റെ പിതാവ് ഇവയുടെ സ്ത്രീലിംഗം നമുക്ക് നോക്കാം എങ്ങനെ അത് എഴുതാം എന്ന്. നമുക്കറിയാം നിൻ്റെ രാജാവിലെ രാജാവ് മൽക്ക എന്നാണെന്ന്. ആ മൽക്ക എന്നത് ആ കാപ്പിൻ്റെ മുകളിലെ സ്കാപ്പയും അലപ്പ് കളഞ്ഞപ്പോൾ മൽക്ക് എന്ന് നമുക്ക് കിട്ടി. അത് ഭംഗിയായി നാം എടുത്ത് എഴുതുന്നു. പിന്നെ വേണ്ട ഭാഗം നമുക്ക് നിൻ്റെ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിൽ പറയുമ്പോൾ ദി ലേഹ്. ഉച്ചാരണമൊക്കെ ഒരേപോലെ സാമ്യം തോന്നിക്കും, പക്ഷേ എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. ദി ലേഹ് എന്നതിലെ
ദീൽ എന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് അതിലെ സ്ലാമ കശിയും കാപ്പും പിന്നെ അതിൻ്റെ അടിയിൽ റൂക്കാഹിയും യോതാണ്. അത് ഇത് ഭംഗിയായി എടുത്തെഴുതുക മൽക്കിൻ്റെ കൂടെ. അപ്പം മൽ കേഹ് എന്ന് നാം ഉച്ചരിക്കണം. ഇങ്ങനെയായി മാറും. മൽ കേഹ്. മീമ് പിതാഹ ലാമത്ത് കാപ്പ് സ്ലാമ കശിയാണ് മൽക്കേ. പിന്നെ ഹ് എന്ന് ഉച്ചരിക്കണം. കാപ്പ് അതിനടിയിൽ റുക്കാഹി ഉണ്ട്, പിന്നെ യോത്. ഇത് മൽ കേഹ് എന്നത് നിന്റെ രാജാവ് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് നിന്റെ രക്ഷകൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിൽ. പറോക്ക എന്നുള്ളതിൽ കോപ്പിൻ്റെ മുകളിലെ ആലപ്പും സ്കാപ്പും ആലപ്പും എടുത്ത് കളഞ്ഞു. അപ്പോൾ പറോക്ക് എന്ന് കിട്ടി നമുക്ക്. അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ എന്തുണ്ടായി? ദീ ലേഹ് എന്നതിൽ ദീൽ എന്നത് എടുത്ത് കളഞ്ഞു. അപ്പോൾ സ്ലാമ കശിയ എന്നത് ഈ കോപ്പിൻ്റെ അടിയിൽ ഇട്ടു. ഫറോ കേ എന്നായി. പിന്നെ കാപ്പിട്ടു, കാപ്പിൻ്റെ അടിയിൽ റുക്കാഹിട്ടു, പിന്നെ യോത് ഫറോ കേഹ് എന്നായി ഉച്ചരിക്കപ്പെട്ടു. ഫറോ കേഹ് എന്ന് പറഞ്ഞാൽ അത് നിന്റെ രക്ഷകൻ എന്നും മൽ കേഹ് എന്ന് പറഞ്ഞാൽ നിന്റെ രാജാവ് എന്നും നാം മനസ്സിലാക്കണം. അത് സ്ത്രീലിംഗത്തിൽ. ഓക്കെ. അടുത്ത് നമുക്ക് അവളുടെ രാജാവ്, അവളുടെ രക്ഷകൻ, അവളുടെ പിതാവ് എന്ന് നമുക്ക് കിട്ടണം. അതെങ്ങനെ അത് എഴുതുന്നു എന്ന് നമുക്കറിയണം. അപ്പോൾ അവളുടെ എന്നത് നമുക്കറിയാം, അത് സ്ത്രീലിംഗമാണ്, അത് ഏകവചനവുമാണ്. അപ്പോൾ അതിലെ ഏകവചനത്തിൽ അവളുടെ എന്നതിൻ്റെ നമ്മൾ എങ്ങനെയാണ് സ്ത്രീലിംഗത്തിൽ പറയുക? അതിനെ ദി ലാഹ്, ദി ലാഹ് എന്നാണ് ഉച്ചരിക്കുക അവളുടെ എന്നതിനെ. അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നു ദീലാഹ് എന്നതിൻ്റെ ആ ദീൽ എന്ന് പറയുന്ന ഭാഗം മാറ്റി നമുക്ക് വേണ്ടത് സ്കാപ്പിയും പിന്നെ ഹേയും അതിന് മുകളിലുള്ള കുത്തുമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ മൽക്ക് എന്ന് പറയുന്ന ഭാഗത്ത് കൂട്ടിച്ചേർക്കും. അപ്പോൾ അത് മൽക്കാഹ് എന്നായി ഉച്ചരിക്കും. അപ്പോൾ അവളുടെ രാജാവ് എന്ന് പറയുമ്പോൾ അത് മൽക്കാഹ് എന്ന് പറയും. അപ്പോൾ ഉച്ചാരണം നോക്കാം. അത് മൽക്ക് എന്നത് എടുത്ത് എഴുതുക. ഇപ്പം മൽ എന്നായി, കൂടി എഴുതാം. ഇപ്പം മൽ എന്നായി, പിന്നെ കാപ്പിടുക. ഇതുവരെ മൽക്ക് എന്നായിരിക്കും വായിക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു മൽക്കാഹ് എന്ന് പറഞ്ഞു. ആ മൽക്കാഹ് എന്ന് പറയണമെങ്കിൽ നാം ഈ കാപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പിയും അലപ്പെടുത്ത് കളഞ്ഞു മൽക്ക എന്നതിൽ. പക്ഷേ നമ്മൾ ദി ലാഹ് എന്ന് പറഞ്ഞതിൽ നമ്മൾ ദീൽ കളയുമ്പോൾ അവിടെ സ്കാപ്പ ഇരിക്കുന്നുണ്ട്, അത് ഇവിടെ ഇടുക. അതിനൊപ്പം ഹേ കൂടി ചേർക്കുക. അവശേഷിക്കുന്ന ദി ലാഹിലെ ദീൽ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് അത്. എന്നിട്ട് ഹേയുടെ മുകളിൽ ഒരു കുത്തിടുക. അത് സ്ത്രീലിംഗമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പം മൽക്കാഹ് എന്നാണ് ഇവിടെ അവളുടെ രാജാവ് എന്നതിനെ പറയുന്നത്. അതേപോലെയാണ് അവളുടെ രക്ഷകൻ എന്നതെന്ന് പറഞ്ഞാലും പറോക്കാഹ് എന്നായിരിക്കും ഉച്ചരിക്കുക. പറോക്കാഹ് എന്ന് പറയുമ്പോൾ പറോക്കിൻ്റെ കൂടെ ചേർക്കുന്നത് സ്കാപ്പയും പിന്നെ അതുപോലെ തന്നെ ഹേയും പിന്നെ മുകളിൽ കുത്തുമായിരിക്കും. അപ്പോൾ അത് നോക്കാം അതെങ്ങനെ എഴുതുന്നു എന്ന്. പേ ഇട്ടു, പിന്നെ സ്കാപ്പിട്ടു, റേശിട്ടു, പിന്നെ ഒരു വാഹ ഇട്ടു, പിന്നെ കോപ്പാണ് ഇടുന്നത്. കോപ്പിൻ്റെ മുകളിൽ സ്കാപ്പ ഇടുന്നു. അത് ദി ലാഹ് എന്നതിൻ്റെ സ്കാപ്പയാണ് ഇടുന്നത്. പിന്നെ ഹേ ഇടുന്നു, ഹേ ഇട്ട് മുകളിൽ കുത്തിടുന്നു. അത് സ്ത്രീലിംഗമാണ് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പറോ കാഹ് എന്നതിനെ ഉച്ചരിക്കുന്ന പറോക്കാഹ് എന്ന് പറഞ്ഞാൽ അത് അവളുടെ രക്ഷകൻ, മൽക്കാഹ് എന്ന് പറഞ്ഞാൽ അത് അവളുടെ രാജാവ് എന്നും നാം മനസ്സിലാക്കണം. ഓക്കെ. അടുത്ത് അവളുടെ പിതാവ്. അവളുടെ പിതാവ് എന്നത് നാം ഉച്ചരിക്കുക ആവൂഹ് എന്നാണ്. ആവൂഹ് എന്നതിന് ആവു എന്നത് ആദ്യം എടുത്ത് എഴുതുക. അതിനുശേഷം നാം ഹേ ഇടുക. അപ്പോൾ ആവു എന്നായി. ഇനി ഹേ ഇട്ടിട്ട് മുകളിൽ ഒരു കുത്തിട്ടാൽ അവിടെ അവളുടെ പിതാവ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ആവുഹ് എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി അടുത്ത് നമുക്ക് ഏകവചനമായിട്ടുള്ള അവൻ്റെ, അതിന് കൂടെ രാജാവ്, രക്ഷകൻ, പിതാവ് എന്നിവ ചേർത്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഉച്ചരിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവൻ്റെ രാജാവ് എന്നതിന് പുല്ലിംഗമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. മൽക്ക എന്ന് നമുക്കറിയാം, അത് രാജാവാണ്. മൽക്കയിലെ ആ കാപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പിയും അലപ്പ് കളഞ്ഞാൽ മൽക്ക് എന്ന് നമുക്ക് കിട്ടും. അത് നാം പഠിച്ചിട്ടുണ്ട്. മൽക്ക് അതുപോലെ തന്നെ ഭംഗിയായി എടുത്ത് എഴുതുക. ഇനി അവൻ്റെ എന്ന് നമുക്കറിയാം, അത് ദി ലേഹ് എന്നാണ്. ആ ദീൽ എന്ന് പറഞ്ഞ ഭാഗം എടുത്ത് കളഞ്ഞ് സ്ലാമക്കശിയും ആ ഹേയും എടുത്ത് ഇട്ടാൽ മതി മൽക്കിൻ്റെ കൂടെ. അതായത് കാപ്പിൻ്റെ അടിയിൽ സ്ലാമക്കശി അതിടുക, പിന്നെ ഹേ ഇതിലിടുക. അപ്പോൾ മൽക്കേഹ് എന്ന് കിട്ടി. ഇതാണ് അവൻ്റെ രാജാവ് എന്നത്. ഇതേപോലെ തന്നെ അവൻ്റെ രക്ഷകൻ എന്നും നമുക്ക് കിട്ടും. അത് ഫറോഖ് എന്ന് എടുത്ത് എഴുതണം. ഫറോക്ക എന്നാണ് രക്ഷകൻ എന്ന് നമുക്കറിയാം. എന്നാൽ ആ കോപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പയും പിന്നെ ആലപ്പും എടുത്ത് കളയും. അപ്പോൾ ഫറോഖ് എന്ന് കിട്ടി നമുക്ക്. ഇനി പറഞ്ഞു ദി ലേഹ് എന്നതിലെ ദീൽ എന്ന് കളഞ്ഞിട്ട് അതിലുള്ള അവശേഷിച്ചിരിക്കുന്ന സ്ലാമക്കശിയ ഇടുക. അതിനൊപ്പം ഹേ എന്ന് പറയുന്നതും കൂടി ചേർക്കുക. അപ്പോൾ പറോ കേഹ് എന്ന് നമുക്ക് കിട്ടും. പറോ കേഹ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ രക്ഷകൻ എന്നും, മൽ കേഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ രാജാവ് എന്നും നാം മനസ്സിലാക്കണം. ഓക്കെ. അവൻ്റെ പിതാവ്, അത് നമുക്ക് ഉച്ചരിക്കുക ആവൂഹ് എന്നാണ്. നേരത്തെ നമ്മൾ സ്ത്രീലിംഗത്തിൽ പെട്ടിട്ടുള്ള അവളുടെ പിതാവ് എന്ന് കേട്ടു. അതും സെയിം ഉച്ചാരണമാണ്. പക്ഷെ ഹേയുടെ മുകളിൽ കുത്തുണ്ടായിരുന്നു. അതാണ് ഇതിൽ വ്യത്യാസം. ആ കുത്തുണ്ടെങ്കിൽ ഹേയുടെ മുകളിൽ ഇട്ടാൽ അത് സ്ത്രീലിംഗമാണ്. അത് അവളുടെ പിതാവ് എന്ന് നാം ഉച്ചരിക്കണം. ഇവിടെ കുത്ത് ഹേയുടെ മുകളിൽ ഇല്ല. അതുകൊണ്ട് ഇത് പുല്ലിംഗമാണ്. അവൻ്റെ പിതാവ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ആവൂഹ് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആലപ്പിന് മുകളിൽ താഴെ കുത്തിട്ടു, ആന്നായി. വേദിൻ്റെ ഇടയിൽ കുത്തിട്ടു, പിന്നെ റുവാസിട്ടു, ആവൂ എന്നായി. പിന്നെ ഹേ മാത്രം ഇടുക. അപ്പോൾ അവൂഹ് അവൂഹ് എന്ന് നമുക്ക് കിട്ടി. ഇതാണ് അവൻ്റെ പിതാവ് എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ. അടുത്തത് നിന്റെ രാജാവ്. നിന്റെ രാജാവിലെ അതായത് നിന്റെ രാജാവ്, നിന്റെ രക്ഷകൻ, നിന്റെ പിതാവ്, ഇവയുടെ സ്ത്രീലിംഗം നമുക്ക് നോക്കാം എങ്ങനെ അത് എഴുതാം എന്ന്. നമുക്കറിയാം നിന്റെ രാജാവിലെ രാജാവ് മൽക്ക എന്നാണെന്ന്. ആ മൽക്ക എന്നത് ആ കാപ്പിൻ്റെ മുകളിലെ കാപ്പിയും അലപ്പ് കളഞ്ഞപ്പോൾ മൽക്ക് എന്ന് നമുക്ക് കിട്ടി. അത് ഭംഗിയായി നാം എടുത്ത് എഴുതുന്നു. പിന്നെ വേണ്ട ഭാഗം നമുക്ക് നിന്റെ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിൽ പറയുമ്പോൾ ദി ലേഹ്. ഉച്ചാരണമൊക്കെ ഒരേപോലെ സാമ്യം തോന്നിക്കും, പക്ഷെ എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. ദി ലേഹ് എന്നതിലെ ദീൽ എന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് അതിലെ സ്ലാമക്കശിയും കാപ്പും പിന്നെ അതിൻ്റെ അടിയിലെ റൂക്കാഹിയും യോതാണ്. അത് ഇത് ഭംഗിയായി എടുത്തെഴുതുക മൽക്കിൻ്റെ കൂടെ. അപ്പം മൽ കേഹ് എന്ന് നാം ഉച്ചരിക്കണം. ഇങ്ങനെയായി മാറും. മൽ കേഹ്. മീമ് പിതാഹ ലാമത്ത് കാപ്പ് സ്ലാമക്കശിയാണ് മൽക്കേ. പിന്നെ ഹ് എന്ന് ഉച്ചരിക്കണം. കാപ്പ് അതിനടിയിൽ റുക്കാഹി ഉണ്ട്, പിന്നെ യോത്. ഇത് മൽ കേഹ് എന്നത് നിന്റെ രാജാവ് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് നിന്റെ രക്ഷകൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിൽ. പറോക്ക എന്നുള്ളതിൽ കോപ്പിൻ്റെ മുകളിലെ ആലപ്പും സ്കാപ്പും ആലപ്പും എടുത്ത് കളഞ്ഞു. അപ്പോൾ പറോഖ് എന്ന് കിട്ടി നമുക്ക്. അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ എന്തുണ്ടായി? ദി ലേഹ് എന്നതിലെ ദീൽ എന്നത് എടുത്ത് കളഞ്ഞു. അപ്പോൾ സ്ലാമക്കശിയ എന്നത് ഈ കോപ്പിൻ്റെ അടിയിൽ ഇട്ടു. ഫറോ കെ എന്നായി. പിന്നെ കാപ്പിട്ടു, കാപ്പിൻ്റെ അടിയിൽ റുക്കാഹിട്ടു. പിന്നെ യോത് ഫറോ കേഹ് എന്നായി ഉച്ചരിക്കപ്പെട്ടു. ഫറോ കേഹ് എന്ന് പറഞ്ഞാൽ അത് നിന്റെ രക്ഷകൻ എന്നും മൽ കേഹ് എന്ന് പറഞ്ഞാൽ നിന്റെ രാജാവ് എന്നും നാം മനസ്സിലാക്കണം. അത് സ്ത്രീലിംഗത്തിൽ. ഓക്കെ. ഇനി അടുത്താണ് നിന്റെ പിതാവ്. അത് സ്ത്രീലിംഗത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവു എന്ന് പറയുന്നത്
സെയിം തന്നെയാണ്. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. അതിനുശേഷം ഹ് എന്നാണ് വരുന്നത്, ആവൂഹ്. ആ ഹ് എന്ന് പറയുന്നതിൽ കാപ്പ് ഇട്ടിട്ട് പിന്നെ യോതിടണം. അതിന് കാപ്പിൻ്റെ അടിയിൽ റൂക്കാഹിട്ടാൽ മതി. ഇതാണ് ഉച്ചരിക്കുക. ആവൂഹ് എന്ന് പറഞ്ഞാൽ നിന്റെ പിതാവ് എന്ന് നാം മനസ്സിലാക്കണം സ്ത്രീലിംഗത്തിൽ. ഓക്കെ. അടുത്ത് ബഹുവചനങ്ങളിലെ അവരുടെ എന്നതിൻ്റെ സ്ത്രീലിംഗം, അതായത് അവരുടെ രാജാവ്, അവരുടെ രക്ഷകൻ, അവരുടെ പിതാവ് എന്നിവയുടെ സ്ത്രീലിംഗം നമുക്ക് എങ്ങനെ അത് എഴുതാം എന്ന് നോക്കാം. അപ്പോൾ അവരുടെ രാജാവ് എന്നത് നമുക്കറിയാം, മൽക്ക എന്ന് പറയുന്ന രാജാവ്, അതിലെ കാപ്പും മുകളിലുള്ള സ്കാപ്പിയും അലപ്പും കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൽക്ക് എന്നാണ്. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക, മൽക്ക്. അതിനുശേഷം എന്ത് പറഞ്ഞു? ഈ അവരുടെ എന്നതിൻ്റെ സ്ത്രീലിംഗത്തിൽ നമ്മൾ പറയുന്നത് ദീൽ ഹെയിൻ എന്നാണ്. അപ്പോൾ ദീൽ ഹെയിൻ എന്നതിൻ്റെ ഹെയിൻ എന്ന് പറഞ്ഞ ഭാഗം ദീൽ കളഞ്ഞിട്ട് ആ ഹെയിൻ എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ കൂട്ടി ചേർക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൽക്ക് ഹെയിൻ എന്ന്. ഇതാണ് അവരുടെ രാജാവ്. ഇതേ രീതി തന്നെയാണ് അവരുടെ രക്ഷകൻ എന്നതും. രക്ഷകൻ എന്നതിന് നമുക്കറിയാം പറോക്ക. ഇവിടെ നമ്മൾ പറോക്ക് എന്ന് എഴുതും. എങ്ങനെ? കോപ്പിൻ്റെ മുകളിലുള്ള ആ സ്കാപ്പിയും ആലപ്പും എടുത്തു കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ദീൽ ഹെയിൻ, ദീൽ ഹെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹെയിൻ എന്ന് പറയുന്ന ഭാഗം ഇതോടെ കൂട്ടിച്ചേർക്കും. അപ്പോൾ പറോക്ക് ഹെയിൻ എന്ന് കിട്ടും. അപ്പോൾ പറോക്ക് ഹെയിൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ രക്ഷകൻ എന്നും, മൽക്ക് ഹെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ രാജാവ് എന്നും നാം ബഹുവചനത്തിൽ സ്ത്രീലിംഗമായിട്ട് കാണണം. ഓക്കെ. അടുത്ത അവരുടെ പിതാവ് എന്നത് നമുക്ക് എങ്ങനെ സ്ത്രീലിംഗത്തിൽ എഴുതുന്നു എന്ന് നോക്കാം. ആവു എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യം എടുത്ത് എഴുതേണ്ടത്. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക, ആവു. പിന്നെ പറഞ്ഞു ഈ ഹെയിൻ എന്ന് പറഞ്ഞ ഭാഗം, ദീൽ ഹെയിൻ എന്നതിൽ ദീൽ കളഞ്ഞിട്ടുള്ള ആ ഹെയിൻ എന്നത് മാത്രം ഇതിന് കൂടെ എടുത്ത് എഴുതുക. ഹേട്ടു പിന്നെ ഹുവാസല്ല, യോത് നൂണാണ്, പിന്നെ സ്ലംകശിയ. അപ്പോൾ ആവു ഹെയിൻ എന്നാണ് ഉച്ചരിക്കുക. ഇതാണ് അവരുടെ പിതാവ് എന്നത് സ്ത്രീലിംഗത്തിൽ എന്ന കാര്യം പെട്ടെന്ന് ഓർക്കണം. അടുത്ത് ബഹുവചനങ്ങളിലെ ഇത് അവരുടെ എന്നതിന് തന്നെ രാജാവ്, രക്ഷകൻ, പിതാവ് എന്നതിൻ്റെ പുല്ലിംഗം എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. അതിൽ അവരുടെ രാജാവ് എന്നത് നമുക്കറിയാം, രാജാവിൻ്റെ പഴയതുപോലെ തന്നെ മൽക്ക് എന്ന് എടുത്ത് എഴുതുക. മൽക്ക് എന്ന് നമുക്കറിയാം എങ്ങനെ വന്നു എന്നത്. ആ കാപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പിയും ആലപ്പും നാം എടുത്ത് കളഞ്ഞു. അപ്പം മൽക്ക് എന്ന രൂപത്തിലായി മാറി. പിന്നെ അവരുടെ എന്നതിൻ്റെ പുല്ലിംഗത്തിൽ ദീൽ ഹോൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ദീൽ എന്ന് പറഞ്ഞ ഭാഗം എടുത്ത് കളഞ്ഞു. ആ ഹോൻ എന്ന് പറയുന്ന ഭാഗം ഇവിടെ കൂട്ടി ചേർത്തു. അപ്പം ന്യൂണ് അവസാനം മുട്ടിക്കാത്ത ഇടുക. ഇതാണ് ന്യൂണ്. ആ ന്യൂൺ കൂട്ടി മുട്ടിക്കാത്ത ന്യൂണ് ഉണ്ടയാണ് അവസാനം. അത് പ്രത്യേകം ഓർക്കുക. മൽക്ക് ഹോൻ എന്ന് നാം പറയണം. ഇതേപോലെ തന്നെയാണ് അവരുടെ രക്ഷകൻ എന്ന് പറയുന്നത്. അവരുടെ രക്ഷകൻ എന്നത് നമുക്കറിയാം, അത് പറോക്ക് ആദ്യം എടുത്ത് എഴുതുക. പറോ പിന്നെ ഖ്. എന്തുകൊണ്ടാണ് പറോക്ക് എന്ന് മാത്രമായത്? കോപ്പിൻ്റെ മുകളിലുള്ള ആ സ്കാപ്പിയും ആലപ്പും എടുത്തു മാറ്റി. പിന്നെ അവരുടെ എന്ന് പറയുന്നതിൻ്റെ പുല്ലിംഗമായ ദിൽ ഹോൻ എന്നതിലെ ഹോൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ പറോക്ക് ഹോൻ എന്ന് ഉച്ചരിക്കും. ഇതാണ് അവരുടെ രക്ഷകൻ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മൽക്ക് ഹോൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാജാവ്. പറോക്ക് ഹോൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ രക്ഷകൻ എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ. അടുത്താണ് അവരുടെ പിതാവ്. അവരുടെ പിതാവിൽ ആവു എന്ന് പറയുന്നതാണ് ആദ്യം എഴുതുക. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക, ആവു. ഇതെല്ലാത്തിനും മുന്നിൽ തന്നെയുണ്ട്. ഇനി ആവു ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കറിയാം അവരുടെ എന്നതിൻ്റെ പുല്ലിംഗത്തിൽ ഹോൻ, ദിൽ ഹോൻ എന്ന് പറയുന്നത്.
ആ ദിൽ ഹോൺ എന്നതിലെ ദിൽ എന്ന് പറഞ്ഞ ഭാഗം മാറ്റി ഹോൺ എന്ന് ഭാഗം കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ആവു ഹോൺ. ഓക്കെ, അപ്പോൾ ആവു ഹോൺ എന്ന് പറഞ്ഞാൽ അത് അവരുടെ പിതാവ് എന്ന് പുല്ലിംഗത്തിൽ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത് ബഹുവചനങ്ങളിലെ അവരുടെ എന്നതിൻ്റെ സ്ത്രീലിംഗം, അതായത് അവരുടെ രാജാവ്, അവരുടെ രക്ഷകൻ, അവരുടെ പിതാവ് എന്നിവയുടെ സ്ത്രീലിംഗം നമുക്ക് എങ്ങനെ അത് എഴുതാം എന്ന് നോക്കാം. അപ്പോൾ അവരുടെ രാജാവ് എന്നത് നമുക്കറിയാം മൽക്ക എന്ന് പറയുന്ന രാജാവ് അതിലെ കാപ്പും മുകളിലുള്ള സ്കാപ്പിയും അലപ്പും കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൽക്ക് എന്നാണ്. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക, മൽക്ക്. അതിനുശേഷം എന്ത് പറഞ്ഞു? ഈ അവരുടെ എന്നതിൻ്റെ സ്ത്രീലിംഗത്തിൽ നമ്മൾ പറയുന്നത് ദീൽ ഹെയിൻ എന്നാണ്. അപ്പോൾ ദീൽ ഹെയിൻ എന്നതിൻ്റെ ഹെയിൻ എന്ന് പറഞ്ഞ ഭാഗം ദീൽ കളഞ്ഞിട്ട് ആ ഹെയിൻ എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ കൂട്ടി ചേർക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൽക്ക് ഹെയിൻ എന്ന്. ഇതാണ് അവരുടെ രാജാവ്. ഇതേ രീതി തന്നെയാണ് അവരുടെ രക്ഷകൻ എന്നതും. രക്ഷകൻ എന്നത് നമുക്കറിയാം പറോക്ക. ഇവിടെ നമ്മൾ പറോക്ക് എന്ന് എഴുതും. എങ്ങനെ? കോപ്പിൻ്റെ മുകളിലുള്ള ആ സ്കാപ്പിയും ആലപ്പും എടുത്തു കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ദീൽ ഹെയിൻ, ദീൽ ഹെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹെയിൻ എന്ന് പറയുന്ന ഭാഗം ഇതോടെ കൂട്ടിച്ചേർക്കും. അപ്പോൾ പറോക്ക് ഹെയിൻ എന്ന് കിട്ടും. അപ്പോൾ പറോക്ക് ഹെയിൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ രക്ഷകൻ എന്നും, മൽക്ക് ഹെയിൻ എന്ന് പറഞ്ഞാൽ അവരുടെ രാജാവ് എന്നും നാം ബഹുവചനത്തിൽ സ്ത്രീലിംഗമായിട്ട് കാണണം. ഓക്കെ, അടുത്ത അവരുടെ പിതാവ് എന്നത് നമുക്ക് എങ്ങനെ സ്ത്രീലിംഗത്തിൽ എഴുതുന്നു എന്ന് നോക്കാം. ആവു എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യം എടുത്ത് എഴുതേണ്ടത്. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക, ആവു. പിന്നെ പറഞ്ഞു ഈ ഹെയിൻ എന്ന് പറഞ്ഞ ഭാഗം ദീൽ ഹെയിൻ എന്നതിൽ ദീൽ കളഞ്ഞിട്ടുള്ള ആ ഹെയിൻ എന്നത് മാത്രം ഇതിന് കൂടെ എടുത്ത് എഴുതുക. ഹേട്ടു പിന്നെ ഹുവാസല്ല, യോത് നൂണാണ്, പിന്നെ സ്ലംകശിയ. അപ്പോൾ ആവു ഹെയിൻ എന്നാണ് ഉച്ചരിക്കുക. ഇതാണ് അവരുടെ പിതാവ് എന്നത് സ്ത്രീലിംഗത്തിൽ എന്ന കാര്യം പെട്ടെന്ന് ഓർക്കണം. അടുത്ത് ബഹുവചനങ്ങളിലെ ഇത് അവരുടെ എന്നതിനെ രാജാവ്, രക്ഷകൻ, പിതാവ് എന്നതിൻ്റെ പുല്ലിംഗം എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. അതിൽ അവരുടെ രാജാവ് എന്നത് നമുക്കറിയാം, രാജാവിൻ്റെ പഴയതുപോലെ തന്നെ മൽക്ക് എന്ന് എടുത്ത് എഴുതുക. മൽക്ക് എന്ന് നമുക്കറിയാം എങ്ങനെ വന്നു എന്നത്. ആ കാപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പിയും ആലപ്പും നാം എടുത്ത് കളഞ്ഞു. അപ്പം മൽക്ക് എന്ന രൂപത്തിലായി മാറി. പിന്നെ അവരുടെ എന്നതിൻ്റെ പുല്ലിംഗത്തിൽ ദീൽ ഹോൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ദീൽ എന്ന് പറഞ്ഞ ഭാഗം എടുത്ത് കളഞ്ഞു. ആ ഹോൻ എന്ന് പറയുന്ന ഭാഗം ഇവിടെ കൂട്ടി ചേർത്തു. അപ്പം ന്യൂണ് അവസാനം മുട്ടിക്കാത്ത ഇടുക. ഇതാണ് ന്യൂണ്. ആ ന്യൂൺ കൂട്ടി മുട്ടിക്കാത്ത ന്യൂണ് ഉണ്ടയാണ് അവസാനം. അത് പ്രത്യേകം ഓർക്കുക. മൽക്ക് ഹോൻ എന്ന് നാം പറയണം. ഇതേപോലെ തന്നെയാണ് അവരുടെ രക്ഷകൻ എന്ന് പറയുന്നത്. അവരുടെ രക്ഷകൻ എന്നത് നമുക്കറിയാം, അത് പറോക്ക് ആദ്യം എടുത്ത് എഴുതുക. പറോ പിന്നെ ഖ്. എന്തുകൊണ്ടാണ് പറോക്ക് എന്ന് മാത്രമായത്? കോപ്പിൻ്റെ മുകളിലുള്ള ആ സ്കാപ്പിയും ആലപ്പും എടുത്തു മാറ്റി. പിന്നെ അവരുടെ എന്ന് പറയുന്നതിൻ്റെ പുല്ലിംഗമായ ദിൽ ഹോൻ എന്നതിലെ ഹോൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ പറോക്ക് ഹോൻ എന്ന് ഉച്ചരിക്കും. ഇതാണ് അവരുടെ രക്ഷകൻ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മൽക്ക് ഹോൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാജാവ്, പറോക്ക് ഹോൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ രക്ഷകൻ എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ, അടുത്താണ് അവരുടെ പിതാവ്. അവരുടെ പിതാവിൽ ആവു എന്ന് പറയുന്നതാണ് ആദ്യം എഴുതുക. അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ആവു ഇതെല്ലാത്തിനും മുന്നിൽ തന്നെയുണ്ട്. ഇനി ആവു ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കറിയാം അവരുടെ എന്നതിൻ്റെ പുല്ലിംഗത്തിൽ ഹോൻ, ദിൽ ഹോൻ എന്ന് പറയുന്നത്. ആ ദിൽ ഹോൻ എന്നതിലെ
നാം ദീൽ എന്ന് പറഞ്ഞ ഭാഗം മാറ്റി ഹോൺ എന്ന് ഭാഗം കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ആവു ഹോൺ. ഓക്കെ, അപ്പോൾ ആവു ഹോൺ എന്ന് പറഞ്ഞാൽ അത് അവരുടെ പിതാവ് എന്ന് പുല്ലിംഗത്തിൽ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് നിങ്ങളുടെ പിതാവ് എന്നതിന് നമുക്ക് പുല്ലിംഗം വേണം. അതിന് നാം ആവു എന്നത് പഴയതുപോലെ തന്നെ എടുത്ത് എഴുതുക. അതിന് കഴിഞ്ഞ ശേഷം നമുക്കറിയണം നിങ്ങളുടെ എന്നത് പുല്ലിംഗത്തിൽ പറയുന്നത് ദിൽ ഹോൺ. അപ്പോൾ ദിൽ എന്ന് പറയുന്ന ഭാഗം മാറ്റിയിട്ട് ഹോൺ എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്ക് ആവു ഹോൺ എന്ന് നമുക്ക് കിട്ടും. ആവു ഹോൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ പിതാവ് എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ പിതാവ് എന്നിങ്ങനെ എഴുതാം എന്ന് നോക്കാം. അത് ബഹുവചനത്തിലാണ്. അതിൽ സ്ത്രീലിംഗം പുല്ലിംഗവും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ രാജാവ് എന്നത് നമുക്കറിയാം മൽക്ക എന്നാണ് രാജാവ് എന്നത്. പക്ഷേ നാം ഇവിടെ മൽക്ക് എന്നേ എഴുതുന്നുള്ളൂ. കാപ്പിൻ്റെ മുകളിലെ ആ സ്കാപ്പിയും അലപ്പും എടുത്ത് മാറ്റുന്നു. അതിനുശേഷം ഞങ്ങളുടെ എന്നതിനെ നാം പഠിച്ചിട്ടുണ്ട്, അത് ദീലൻ എന്നാണെന്ന്. അപ്പോൾ ദീൽ എന്ന് പറയുന്ന ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ താഹിയും നൂണും നാം ഇവിടെ ഇട്ട് കൊടുക്കുക. കാപ്പിൻ്റെ അവിടെ ഇപ്പോൾ താഹി ഇടുക, നൂണ് കൂട്ടിച്ചേർക്കുക. അപ്പോൾ മൽക്കൻ എന്ന് കിട്ടും. ഇത് ഞങ്ങളുടെ രാജാവ്. ഇനി ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷകൻ നമുക്കറിയാം പാറോക്ക എന്ന്. അപ്പോൾ പാറോക്ക എന്നതിലെ കോപ്പിൻ്റെ മുകളിലുള്ള ശ്രദ്ധിക്കുക, കോപ്പിൻ്റെ മുകളിലുള്ള ഇതാണ് കോപ്പ്. ഈ കോപ്പിൻ്റെ മുകളിലുള്ള സ്കാപ്പിയും അലപ്പും കളയും. അതിൻ്റെ എന്ത് ചെയ്യും? ഞങ്ങളുടെ എന്നത് ദീലൻ എന്നറിയാം. ആ ദീൽ എന്ന് പറയുന്ന ഭാഗം എടുത്ത് മാറ്റി ബാക്കിയുള്ള താഹ ഇട്ട് കൊടുക്കും കോപ്പിൻ്റെ അവിടെ, പിന്നെ നൂൺ കൂട്ടിച്ചേർക്കും. ഇപ്പോൾ പാറോക്കൻ എന്ന് കിട്ടും. ഇത് ഞങ്ങളുടെ രക്ഷകൻ എന്ന് നാം വായിക്കണം. ഇപ്പോൾ പാറോക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷകൻ, മൽക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജാവ് എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത് ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ പിതാവ് എന്നത് ആവുൻ എന്നാണ് നാം ഉച്ചരിക്കേണ്ടത്. അതൊരു പുതിയ പദമാണ്. ആവൂൻ എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ആലപ്പ്, പിന്നെ പിതാഹിട്ടു, ബേദിട്ടു, അതിൽ റൂക്കാഹിട്ടു, പിന്നെ റുവാസിയാണ് ആവു ഇട്ടു, പിന്നെ ഒരു നൂൺ മാത്രം ഇട്ടാൽ മതി. ഇതാണ് ആവുൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാവ് എന്ന് നാം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഭംഗിയായി നിങ്ങൾ എഴുതി പഠിച്ച് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ കൈ, പ്രത്യേകിച്ച് സുറിയാനി എടുക്കുന്ന ടീച്ചറുടെ കൈ അയച്ചു കൊടുക്കുക. സംശയങ്ങൾ അത് ചോദിക്കുക, മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ.